നല്ലൊരു മണമാണ് കേട്ടോ. ഈ നെയ്യിൽ ഇതിങ്ങനെ വറുത്തിടുമ്പോൾ എന്താ നമുക്ക് തേങ്ങാപ്പാലും നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി ചേരുമ്പോൾ എന്താ കൊച്ചി സ്പെഷ്യൽ ബീഫ് സ്റ്റൂ. കൊച്ചിയിൽ വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും എല്ലായിടത്തും ബീഫ് സ്റ്റൂ ഒക്കെ കിട്ടുന്നത്. നോക്കിയേ, ഇതാ പോർക്ക് വിന്താലും ഇപ്പോൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കണ്ട ഇതെല്ലാം നമ്മൾ കൊച്ചിയിൽ വരുമ്പോൾ മാത്രം കിട്ടുന്ന സാധനങ്ങളാണ്. അത് ഇങ്ങനെ മൺചട്ടിയിലൊക്കെയാണ് വെക്കുന്നത്. ഇപ്പോഴും ഇങ്ങനെ വാങ്ങി വെച്ചിട്ടും തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ട തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കണ കൂട്ടിക്കറിയേ. നമ്മൾ ഇതിനു മുന്നും കൊച്ചിയിലെ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഇതാ അപ്പോൾ ചിക്കൻ കറിയും റെഡിയായി. ഇവിടെ എല്ലാത്തിലും ശ്രദ്ധിച്ചോ, ഇച്ചിരി വലിയ പീസാണ്. നമ്മളെ വിന്താലൂല് കാണിച്ചു തന്നില്ലേ, അതിനകത്തും അതാ കണ്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ആക്കിയിരിക്കണത്. ചേച്ചി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക. ആവണേ ഉള്ളൂ എല്ലാ സാധനങ്ങളുമേ. ഇതാണെങ്കിൽ ഒരു ബീഫിൻ്റെ റോസ്റ്റ്. അപ്പോൾ ബീഫ് വിന്താലും കൂടെ റെഡിയായേ. അപ്പോൾ കണ്ട എന്തുകൊണ്ടാണ് മൈക്കിൾ ജാക്സൺ തട്ടുകടാന്ന് പേരിട്ടേന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. ഡാൻസ് പഠിപ്പിച്ചും ചെയ്തിട്ടുണ്ടല്ലേ. ഡാൻസ് മാസ്റ്റർ ആയിരുന്നു. പിന്നെ നല്ലോണം പാചക കാര്യങ്ങളൊക്കെ അറിയല്ലേ. സകല കലാവല്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എറണാകുളം ജില്ലയിലാണ്. ഇത് ഫോർട്ട് കൊച്ചിക്കടുത്ത് നസ്രത്ത് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ കൊച്ചിക്കാരുടെ ഒരു ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ് ഈ ബീഫ് സ്റ്റൂ. അത് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പോർക്ക് വിന്താലും ബീഫ് വിന്താലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൊച്ചിയിൽ ഇപ്പോൾ ഒരു തട്ടുകട വീഡിയോസോ ഒക്കെ എടുക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇന്നേ വരെ ഈ വിഭവങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ ജോസഫേട്ടനും ഗ്ലാഡിസ് ചേച്ചിയും കൂടെ കട നടത്തുകയാണ്. ഒരുപാട് വർഷങ്ങളായി. അവരുടെ വീട് തന്നെയാണ്. ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കടയുടെ പേരാണ്. കാരണം ജോസഫേട്ടൻ ഭയങ്കര മൈക്കിൾ ജാക്സൺ ആരാധകനാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു കട തുടങ്ങുമ്പോൾ വേറെ പേരൊന്നും ഇടാൻ തോന്നില്ലല്ലോ. അങ്ങനെ മൈക്കിൾ ജാക്സൺ ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞിട്ടാണ് ഈ കട അറിയപ്പെടുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയാം കേട്ടോ, ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. എപ്പോഴും വീഡിയോ ഇടുമ്പോൾ ചോദിക്കില്ലേ സാരിയെ പറ്റിയിട്ട്. ഇതാ ഇങ്ങനെ ഉണ്ട് നല്ല ഞാൻ പൂവെടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ബോഗൺവില്ല പൂവിൻ്റെ ഒരു കളറിലുള്ളൊരു സാരിയാണ്. ലിങ്ക് ചോദിക്കുന്ന ആൾ എല്ലാ വീഡിയോൻ്റെ അടിയിൽ സാരീൻ്റെ ലിങ്ക് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോൾ പേഴ്സണലി ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പക്ഷേ നമ്മളെ പുളിമൂട്ടിൽ അവരൊരു ഗിഫ്റ്റായിട്ട് അയച്ചു തന്നൊരു സാരി കേട്ടോ. ഭയങ്കര ഭംഗി എംബ്രോയിഡറി ഒക്കെ ഉള്ളതാണ്. ഇത് മേടിക്കാൻ പുളിമൂട്ടിൽ പോയാൽ മതി. അപ്പോൾ പോവാം, വാ കഴിക്കാം. അതാ ചൂട് പുട്ട് റെഡിയായി. പിന്നെ അതേ നമ്മളെ വീശപ്പം അല്ലെങ്കിൽ ഇടിയപ്പം എന്നൊക്കെ പറയുന്ന സംഗതി, പിന്നെ വെള്ളയപ്പം. ഇത്രയാണ് ഇപ്പോൾ ഉള്ളത്. ജോസഫേട്ടൻ്റെ കടയിലെ ഒരു സ്ട്രോങ് ചായ കുടിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. പാകത്തിന് കടുപ്പം, പാകത്തിന് മധുരം. ചേച്ചി എത്ര മണിക്കാണ് ഇവിടെ റെഡിയാവുക? ഞങ്ങൾ ഒരു 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഇഷ്ടവും വെള്ളപ്പം എല്ലാം റെഡിയാക്കും. 7 മണിയാകുമ്പോൾ കട തുറക്കും. ഊണൊക്കെ ആണെങ്കിൽ ഊണ് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ. ഞായറാഴ്ച ഊണില്ല, എല്ലാം കൂടി നമുക്ക് പറ്റില്ല. ഞായറാഴ്ച ഊണില്ല, ബാക്കി എല്ലാ ദിവസവും ഊണുണ്ട്. അത് 1 മണിയാകുമ്പോൾ റെഡിയാവും. ബാക്കി ദിവസങ്ങളിൽ ഇതില്ല. ഈ ബീഫ് ഇഷ്ടം മാത്രം ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ബീഫ് റോസ്റ്റ് എല്ലാം എല്ലാ ദിവസവും പൊട്ടിക്കറിയും എല്ലാം ഉണ്ട്. ഇഷ്ടം മാത്രം ഞായറാഴ്ചയോ. ഞങ്ങള് വർഷങ്ങളായി തുടങ്ങിയിട്ട്. ഇപ്പൊ ഞങ്ങൾ ഫേമസ് ആയിട്ട് ഒരു 2-3 വർഷമായിട്ടുള്ളൂ. ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. വീടും കടയും കൂടി തന്നെയാണ്. അപ്പൊ വീടിന്റെ ഉള്ളിൽ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ചേച്ചിയാണ്. പാചകം ഞാൻ തന്നെ ചെയ്യണതല്ല, ഞാൻ തന്നെ ഓൾ ഇൻ വൺ. വൈകുന്നേരം ഞായറാഴ്ച ദിവസം ഇല്ല, അല്ലാത്ത ദിവസം വൈകുന്നേരം സൂപ്പ് കട്ട്ലേറ്റ് ഒക്കെ. ചേച്ചിയാണ് പറഞ്ഞത് നമുക്കൊരു കട തുടങ്ങാന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ, ചേട്ടൻ പുറത്തായിരുന്നു. പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് വീടിന്റെ പുറത്തായിരുന്നു. പോയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ തുടങ്ങി. അതൊക്കെ ഊണിന്റെ തുടങ്ങി. പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിള്ളേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ മാത്രമായി 2 പേരും കൂടി നടത്തും. നേരം പോക്കും അപ്പൊ വരുമാനമാവും. നമ്മുടെ നേരം പോക്കുമായി വരുമാനവുമാകും. അത് തന്നെ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ രോഗിയായി പോകും. അത് കാരണം
ഒരു സൈഡായിട്ട് അങ്ങനെ പോയിക്കോളും, ഞങ്ങളൊരു സൈഡായിട്ട് അങ്ങനെ പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് നടക്കട്ടെ. ഇനി ഞാൻ കഴിച്ചു നോക്കാം. എനിക്ക് കഴിച്ചു നോക്കിയിട്ട് വരെ. അപ്പം പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ബീഫ് സ്റ്റൂ കൂടെ വന്നു കേട്ടോ. കണ്ട, ബീഫ് സ്റ്റൂ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എന്നാ വെച്ചാൽ ബീഫ് സ്റ്റൂ എന്നല്ല, സ്റ്റൂ, എല്ലാ തരം സ്റ്റൂവും ഭയങ്കര ഇഷ്ടം. അപ്പോൾ വെജ് ആയാലും ചിക്കൻ ആയാലും ഒക്കെ എന്ന് വെച്ചാൽ എരിവുണ്ടാവില്ലല്ലോ, അത് കാരണം. ഈ കുരുമുളക് പൊടീൻ്റെ ചെറിയൊരു ഇതല്ലല്ലോ. പിന്നെ എനിക്ക് തേങ്ങാപ്പാൽ ചേർത്ത കറികളൊക്കെ വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഓവർ സ്പൈസി സാധനങ്ങളെക്കാളും ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും പറയാനില്ല, എന്തൊരു സ്വാദം. അത് ഈ നെയ്യിൽ കടുവറുത്ത് മീൻസ് ഇതൊക്കെ താളിച്ചിടുന്നത് ഞാൻ പറഞ്ഞില്ലേ, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. അപ്പോൾ ആ നെയ്യുടെ ഒരു സ്വാദ്, തേങ്ങാപ്പാലിൻ്റെ സ്വാദ്, പിന്നെ ആ ബീഫിൻ്റെ ഒരു സ്വാദ് എല്ലാം കൂടി ചേർന്ന്. പക്ഷെ ഇങ്ങനത്തെ ബീഫ് സ്റ്റൂ കഴിച്ചിട്ടില്ല. മീൻസ് നെയ്യ് ഇങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടുന്നത് സൂപ്പർ, ഒന്നും പറയാനില്ല. എന്തൊരു സ്വാദാ, നമ്മളിങ്ങനെ കഴിച്ചു പോവും അറിയാതെ. ഇതിൻ്റെ ഒരു വേവൊക്കെ കണ്ടോ, നല്ല വെന്ത് ഇതാ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ ഒട്ടും ഇതില്ല, കട്ടിയില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്. പാകത്തിന് വേവ്. എനിക്ക് ഈ കൊച്ചിയിലെ കുറേ രുചികൾ ഭയങ്കര ഇഷ്ടമാട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഉപ്പിൽ വെന്ത ബീഫ് സ്റ്റൂ, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇവരുടെ വിന്താലു, അതൊക്കെ. അതെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എറണാകുളം ജില്ലയ്ക്കകത്ത് തന്നെയാണ് ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒക്കെ. പക്ഷെ ഞങ്ങൾ അങ്കടയ്ക്ക്, അതായത് ഈ അങ്കമാലി പെരുമ്പാവൂർ ഭാഗത്തേക്കൊന്നും ഈ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ കടകളിൽ അങ്ങനെയൊക്കെ ഹോട്ടലുകളിലൊക്കെ വന്നോന്തോ അതെനിക്കറിയില്ല. അവിടെ നിന്ന് വീടുകളിൽ ഉണ്ടാക്കണ ഒരു ഭക്ഷണമായിരുന്നില്ല ഇതൊന്നും. പിന്നെ കല്യാണ തലേന്നൊക്കെ അപ്പവും സ്റ്റൂവും അതൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ ഈ ഉപ്പിൽ വന്ന ബീഫൊക്കെ സത്യം പറഞ്ഞാൽ ഫുഡ് ബ്ലോഗർ ആയതിന് ശേഷം കൊച്ചിയിൽ വീഡിയോ എടുക്കാൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കഴിച്ചു നോക്കുന്നത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അതിശയം തോന്നും, നമ്മൾ ജനിച്ച് വളർന്ന നമ്മളെ നാട്, അവിടെയുള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾക്ക് ഈ ഫുഡ് ബ്ലോഗർ ആകേണ്ടി വന്നല്ലോ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിചാരിക്കും. പ്ലേറ്റ് കണ്ടോ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പറയേണ്ടല്ലോ. സാധാരണ രണ്ടപ്പമൊന്നും എനിക്ക് രാവിലെ കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. രാവിലെ ഇങ്ങനെ ഹെവി ആയിട്ട് കഴിക്കാനേ പറ്റില്ല. പൊടിയിലേക്കാണെങ്കിൽ ഒരു ഇഡ്ഡലി, ഒരു ചപ്പാത്തി, ഒരു ദോശ, ഇതൊക്കെയാണ് എൻ്റെ ഒരു രാവിലെ. ഒരു മാക്സിമം അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല. എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്ക് പറ്റുള്ളൂ. പക്ഷേ 2 അപ്പം ഫുള്ളായിട്ട് കഴിച്ചു. എന്ന് വെച്ചാൽ എത്ര മണിയായി, 8:30 ആയിട്ടുള്ളൂ. അങ്ങനെ ഭയങ്കര വിശന്നിട്ടൊന്നുമല്ല. അതിൻ്റെ ഒരു സ്വാദ്, പ്രത്യേകിച്ച് ആ ബീഫിൻ്റെ പീസൊക്കെ അങ്ങോട്ട് മാറി നിന്നോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. ആ ഗ്രേവിയിൽ കുതിർന്ന അപ്പം എന്തൊരു സ്വാദാണ്. അത് കറക്റ്റ് ആ തേങ്ങാപ്പാൽ അതിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരുന്നതാട്ടോ. ആ ഒരു മറ്റേ ക്യാരറ്റും അത് കഴിച്ചാൽ പോലും ഭയങ്കര സ്വാദം. ഞാൻ അപ്പോൾ ചേച്ചിയോട് പറഞ്ഞേ, ഞാൻ പലയിടത്തൊന്നും കഴിച്ചിട്ടുണ്ട് ചേച്ചി, പക്ഷേ ഇത് വല്ലാതൊരു ഇവിടെ വരുന്ന എല്ലാവരും അത് പറയും. ഇത്ര ആ നെയ്യ് വറുത്തിടുന്നതിൻ്റെയും തേങ്ങാപ്പാൽ 10-15 തേങ്ങ രാവിലെ എണീറ്റ് ചിരണ്ടി പാല് പിഴിഞ്ഞാണ് ഇത് വെച്ചതെന്നൊക്കെ എൻ്റെ അടുത്ത് പറയാം. അത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അമ്മ ഒരു സാധനം. കൊച്ചി സ്പെഷ്യൽ പോർക്ക് വിന്താലും, പിന്നെ നമ്മുടെ നാടൻ പുട്ടും. അപ്പോൾ എനിക്ക് ഇനി പുട്ട് വേണ്ട, കഴിക്കാൻ സ്ഥലമില്ല, 2 അപ്പം കഴിച്ചില്ലേ, ഇവർ കഴിച്ചോളും. പോർക്ക് വിന്താലും നമുക്കൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും ഒരു ഗോവൻ ഡിഷാണ്. കൊച്ചിയിൽ എല്ലായിടത്തും തന്നെ കിട്ടുന്നുണ്ട് വിന്താലും. ചേച്ചി അന്യായ കുക്കാണ് കേട്ടോ. ഒറ്റയ്ക്കാണ് ഇത് മുഴുവനും ചെയ്യുന്നത്. ചേട്ടനോട് കടലത്തെ കാര്യങ്ങളും കുക്കിംഗ് മൊത്തം ചേച്ചിയാണ്. ജോലിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കഴിച്ചു. ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ വണ്ടിയും പിടിച്ച് ഇവിടം വരെ വന്നു എന്ന് വെച്ചാൽ ഒരു നഷ്ടവുമില്ല. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, ഈ ബീഫ് സ്റ്റൂവും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞായറാഴ്ചയാണ്. ബാക്കി എല്ലാ ദിവസവും ഇവിടെ കടയുണ്ട്, ഒഴിവൊന്നുമില്ല. അപ്പം നമുക്ക് സാധാരണ ഊണും ബാക്കി എല്ലാ സാധനങ്ങളും എല്ലാ ദിവസവും കിട്ടും. പക്ഷേ ഇതൊക്കെ സ്പെഷ്യലാണ്. അത് കിട്ടണമെങ്കിൽ ഞായറാഴ്ച തന്നെ വരണം. അപ്പോൾ ലൊക്കേഷൻ ഓൾറെഡി ഇവരുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കിട്ടും. മൈക്കിൾ ജാക്സൺ ചേട്ടൻ്റെ കട എന്ന് അടിച്ചു കൊടുത്താൽ മതി. നസ്രത്താണ് സ്ഥലം. ഒരു 2 കിലോമീറ്റർ കൂടെ പോയാൽ ഫോർട്ട് കൊച്ചിയായി, ഇപ്പുറത്തോട്ട് പോയാൽ ചുള്ളിക്കലായി. ഇത് കണ്ട, ഈസ്റ്ററിന് നാളായിരുന്നു ഇവിടുത്തെ ദുഃഖ വെള്ളിയാഴ്ച അല്ലേ.
ആളായിരുന്നു ഇവിടുത്തെ യേശുക്രിസ്തു. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാലേ യേശുക്രിസ്തു അല്ലാന്ന് ഇപ്പോൾ ആരാ പറയാ? നോക്ക്, എന്തൊരു ഒറിജിനൽ ആണല്ലേ, എന്തൊരു ഒറിജിനാലിറ്റിയാ നോക്ക്. ചേട്ടനാണെങ്കിൽ ഒരു യേശുവിന്റെ മുഖവും ഉണ്ട്, മുടിയെല്ലാം കൂടി അയച്ചിട്ടപ്പോളേ. ആ അതന്നെ, നോക്ക്, ഇതാരെങ്കിലും മേക്കപ്പ് ചെയ്ത് തന്നതാണോ? ആ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? നോക്ക്, മുൾമുടിയൊക്കെ ഒറിജിനലായിരുന്നു. ഭയങ്കര ശാന്തതയാണ് മുഖത്ത്, അതാണ് അത്ര ഭംഗി. ഇവർ രണ്ടുപേരും ഭയങ്കര ഈ ചിൽ എന്ന് പറയില്ല, അങ്ങനത്തെ ആളുകളാണ് കേട്ടോ. പിന്നെ ഡാൻസും പാട്ടും പിന്നെ വരുന്നവരോട് ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും ചിലപ്പോൾ ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നാൽ ഭയങ്കര ഒരു പോസിറ്റീവാണ്. അങ്ങനത്തെ രണ്ട് മനുഷ്യന്മാരാണ്.